തിരുവനന്തപുരത്ത് സസ്പെൻസ് തന്നെ തുടരുകയാണ്. ആദ്യം രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു മുന്നിൽ നിന്നതെങ്കിലും ഇപ്പോൾ ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ് ശശി തരൂർ. തിരുവനന്തപുരത്ത് 9,000 വോട്ടിന് മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വൻ ലീഡ് ഉയർത്തി ഉച്ചയ്ക്ക് മുമ്പ് മുന്നിലായിരുന്നു. 5ാമത്തെ റൗണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ 5,000-ലധികം വോട്ടുകൾക്ക് മുന്നിലുണ്ടായിരുന്നു. വോട്ടെണ്ണി തുടങ്ങിയതിനു ശേഷം ഒരു സമയത്ത് പോലും LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് ഒരു ഘട്ടത്തിൽ പോലും ലീഡ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. 10 റൗണ്ട് വരെ രാജീവ് ലീഡ് നില ഉയർത്തിയാലും 11ാമത്തെ റൗണ്ട് മുതലാണ് തിരുവനന്തപുരം ആർക്കൊപ്പം എന്നതിൽ അന്തിമ വിധി വരിക. 2014-ൽ 4ാം റൗണ്ട് എണ്ണുമ്പോൾ 10,000 മുകളിലായിരുന്നു NDA സ്ഥാനാർത്ഥിയായിരുന്ന രാജഗോപാൽ. എന്നാൽ 11ാമത്തെ റൗണ്ട് മുതൽ ശശി തരൂർ ലീഡ് നില ഉയർത്തുകയും വിജയിച്ച് കയറുകയും ചെയ്തിരുന്നു. 15,470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ വിജയം. 2014 വീണ്ടും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലീഡ് നില കുതിച്ചുയരുന്നതും. 10,000-ത്തോട് അടുത്തെത്തിക്കഴിഞ്ഞു ശശി തരൂരിന്റെ ലീഡ് നില.